രുദ്ര, അവ സാധാരണ സർപ്പങ്ങളല്ല, ഇച്ഛാധാരി സർപ്പങ്ങളാണ്. പാമ്പുകൾക്ക് ഈശ്വരന്റെ അടുത്ത് നിന്നും വിശേഷ ശക്തികൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ സർപ്പങ്ങൾക്കും നാഗമാണിക്യത്തിനും അമാവാസി നാളിൽ ഇതിലും അധികം ശക്തി ലഭിക്കുന്നതാണ് രുദ്ര. പാണ്ഡവരുടെ ചെറുമകൻ പരീക്ഷിത്തിനെ വധിക്കുവാൻ 7 കോട്ടകൾ മറികടക്കുവാൻ പോലും തക്ഷകൻ എന്ന സർപ്പത്തിന് സാധിച്ചില്ല. പക്ഷേ ബ്രാഹ്മണർ നൽകിയ പ്രസാദമായ പഴത്തിനുള്ളിൽ ഒരു പുഴുവിന്റെ രൂപം പൂണ്ട അകത്ത് കടന്ന പരീക്ഷിത് മഹാരാജാവിനെ തക്ഷകൻ വധിച്ചു. അതുപോലെ ഇച്ഛാധാരി സർപ്പങ്ങൾ അവരുദ്ദേശിച്ച രൂപത്തിലേക്ക് മാറി ഈ ഭവനത്തിനുള്ളിലേക്ക് കടക്കാം. സർപ്പങ്ങൾ പ്രതികാരത്തിനായി കാത്തിരിക്കും രുദ്ര, അത് നീ മറക്കരുത്. ഇന്ന് അമാവാസി അവസാനിക്കുന്നതിന് മുമ്പ് എങ്ങനെയും ഈ ഭവനത്തിനുള്ളിലേക്ക് കടക്കാൻ നാഗകന്യക ശ്രമിക്കും. എന്നാൽ അത് അകത്ത് കടക്കാതിരിക്കാൻ ഞാൻ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് രുദ്ര. എന്റെ അനുഗ്രഹമുണ്ട്. എന്നാൽ ഈ ഭവനത്തിൽ നിന്ന് ആരും പുറത്തു പോകരുത്. ഞാൻ ഇറങ്ങുന്നു. കുറച്ച് കർമ്മങ്ങൾ കൂടിയുണ്ട്. ജയ് മഹാകാള. അതെ, സ്വാമി പറഞ്ഞ കാര്യങ്ങൾ 100% ശരിയായിരിക്കും. വിഷ്ണു, തക്ഷകവനത്തിൽ എന്താ സംഭവിച്ചത്? അവിടെ എന്ത് പ്രശ്നമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്? നീ എന്തിനാ അവനെ നോക്കുന്നത്? രുദ്രൻ എന്തെങ്കിലും ഏടാ കൂടെ ഒപ്പിച്ചു കാണും. രുദ്ര, നീ കാരണമായി ഈ കുടുംബം നശിക്കുന്നേ. എന്താ നിങ്ങൾ ഒപ്പിച്ചു വെച്ചത്? അമ്മേ, അത്ര വലുതായിട്ടൊന്നും. വലുതല്ലെങ്കിൽ ചെറുതായിരിക്കാം. നിങ്ങൾ ചെറിയ കാര്യമാണ് ചെയ്തതെങ്കിലും നമ്മുടെ കുടുംബത്തിന്റെ വിളക്ക് അവളുടെ ഗർഭത്തോടെ അവസാനിച്ചു. ശരിയല്ലേ അത്? നോക്കൂ, അവിടെ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്താം. അതല്ലാതെ അവിടെ നടന്ന കാര്യം നിങ്ങൾ മറച്ചു വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മേ, സത്യമായിട്ട് ഞങ്ങൾ അവിടെ ഒന്നും ചെയ്തില്ലമ്മേ. പക്ഷേ തക്ഷകവനത്തിലൊരു അസംഭവം ഉണ്ടായി. എന്നുവെച്ചാൽ നിങ്ങൾ ചെയ്ത കാര്യം പറയാൻ പാടില്ലാത്തതാണോ? എനിക്കറിയാം. ഈ കുടുംബത്തിൽ എന്ത് സംഭവിക്കരുതെന്ന് ഞാൻ വിചാരിച്ചോ അത് തന്നെ നിങ്ങൾ ചെയ്തിട്ട് വന്നിരിക്കുന്നു. ഭഗവാനെ, ഈ കുടുംബത്തിന് ബ്രഹ്മഹത്യാ ശാപം വന്നത് അതുകൊണ്ടായിരിക്കും. സ്വാമി എത്ര വലിയ പൂജയാ ചെയ്തത്. നിങ്ങൾക്കറിയില്ലേ അത്? ബ്രഹ്മഹത്യാ ശാപം എന്ന് പറഞ്ഞാൽ പാപമാ. അത് ചെയ്തിട്ട് ഒന്നും അറിയാത്തതുപോലെ നിങ്ങൾ നിന്നാൽ അത് നിങ്ങളെ വെറുതെ വിടുവോ? ഇന്ദ്രൻ ബ്രഹ്മഹത്യ പാപം ചെയ്ത് എത്രമാത്രം കഷ്ടപ്പെട്ടെന്നറിയോ? ദൈവങ്ങളെല്ലാം ഒന്നു ചേർന്നു ആ പാപത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ. പക്ഷെ കഴിഞ്ഞില്ല. അയ്യോ, എന്റെ കുട്ടികളുടെ ജീവിതം എന്താകുമോ? അമ്മേ, അമ്മ വിചാരിക്കുന്നത് പോലുള്ള തെറ്റൊന്നും ഞങ്ങൾ ചെയ്തില്ല. പാമ്പിന് ഞങ്ങൾ കൊന്നില്ല. ശിവശിവ, ഒരു നിമിഷം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്നുപോയി.
ഭഗവാനെ, എന്നോട് ക്ഷമിക്കണേ. എന്റെ മനസ്സിൽ എന്തിനാ ഇങ്ങനെ ഒരു ചിന്ത വന്നത്? ഇന്ന് തൊട്ട് 3 ദിവസം ഞാൻ വ്രതമിരുന്ന് ആ പാപദോഷം ഞാൻ കുറയ്ക്കാം. ഞാൻ 2 ഐസ്ക്രീം വെച്ചു, 1 മുത്തശ്ശി എടുത്തോ. അയ്യോ എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയില്ല. പോവിടുന്ന്. അമ്മ ഇത് ഉറപ്പായിട്ടും ചേട്ടനാ എടുത്തത്. വാ ഇങ്ങോട്ട്. നീ ഇങ്ങോട്ട് വന്നേ. ദേ, ഈ പഴം ഉണ്ടല്ലോ പോക്കറ്റിൽ വെച്ചോ. നേരം വെളുക്കുന്നത് വരെ ഇത് പോക്കറ്റിൽ നിന്ന് എടുക്കരുത്, മനസ്സിലായോ? നിന്റെ ഏട്ടൻ എവിടെ? അവനും കൂടി ഒരെണ്ണം കൊടുക്കണം. അവൻ എവിടെ പോയി? എനിക്കറിയില്ല. എന്റെ ഐസ്ക്രീം എടുത്ത് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് കഴിക്കാൻ പോയതായിരിക്കും. അവൻ എവിടെ പോയതാ? അയ്യോ, അവൻ എവിടെ പോയതാ? കർണ, 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 ഇവനത് എവിടെ പോയി? കർണ, അമ്മേ, അവനെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. അവൻ ഒറ്റയ്ക്ക് പുറത്തു പോയോ? ഒറ്റയ്ക്ക് പോയെന്നോ? അങ്ങനെ പോരെന്ന് ഞാൻ പറഞ്ഞല്ലേ. അവൻ കൊച്ചുകുട്ടിയല്ലേ, അവൻ അതൊന്നും ഓർമ്മയുണ്ടാവില്ല രുദ്ര. അയ്യോ എന്റെ ദൈവമേ, അവൻ പുറത്തേക്ക് പോയിട്ടുണ്ടാവും. ചെന്ന് നോക്ക്. അകത്തൊന്നും കണ്ടില്ല. അകത്തൊന്നും ഇല്ലെന്നോ? കർണ, 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 മോനെ, കർണ, 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 കർണ. ഏയ് കർണ, നീ അവിടെ എന്തെടുക്കുവാ? എന്നാ പറ്റി? അയ്യോ, തലയിൽ പിടിക്ക്. അയ്യോ, എന്റെ മോനൊന്നും സംസാരിക്കുന്നില്ലല്ലോ. അയ്യോ, വേഗത്തേക്ക് കൊണ്ടുപോ. ചെറിയമ്മേ, ചെറിയമ്മേ, എന്ത് പറ്റി അനന്യ? അവരാരും മരിച്ചിട്ടില്ല ചെറിയമ്മേ. ഞാൻ പരാജയപ്പെട്ട് വന്നിരിക്കുക. പരാജയപ്പെട്ടെന്ന് വിചാരിക്കണ്ട. ഇന്ന് നീ വിജയിച്ചില്ല, അത്രേ ഉള്ളൂ. മഹാവിജയം നിന്റെ മുന്നിൽ സംഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ അനന്യ. അവരുടെ മരണത്തിലൂടെ നിനക്ക് വിജയമുണ്ടാകും. പർവ്വതാരോഹണം ബുദ്ധിമുട്ടായി തോന്നാം, എന്നാൽ അത് പൂർത്തീകരിച്ചാൽ ആ പർവ്വതം നമ്മുടെ കാൽ കീഴിലായിരിക്കും. ഈ കാര്യം നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. നിന്റെ ഉള്ളിലെ ആ പ്രതികാരാഗ്നി ഒരു കാലത്തും അണയാതെ നോക്കണം. ഇല്ല ചെറിയമ്മേ, ഓരോ നിമിഷവും എന്റെ അച്ഛനെയും അമ്മയും വധിച്ചവരെ കൊന്ന് പ്രതികാരം തീർക്കണമെന്നുള്ള പക കൂടുന്നതല്ലാതെ അതൊരിക്കലും കുറയില്ല. ഞാൻ മരിച്ചാലും അവരെ കൊന്നിരിക്കും. ഡോക്ടർ, എന്റെ മോനെന്താ പറ്റിയേ? ഡോക്ടർ ബാൻഡേഡ് കെട്ടിയിട്ടും രക്തം വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വരുന്നവരെ ഞങ്ങൾ ഫസ്റ്റ് എയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. രക്തം വരുന്നത് നിൽക്കുന്നില്ലല്ലോ.
കണ്ടില്ലേ, അവൻ കണ്ണു തുറക്കുന്നില്ലല്ലോ. എന്താ ഡോക്ടർ ഇത്? ചെറുതായിട്ടൊന്ന് തലയിടിച്ച് വീണപ്പോ ഇത്രയും രക്തം പോവുമോ? ഇവൻ എന്താ പറ്റിയത് ഡോക്ടർ? ഏട്ടാ, ഏട്ടൻ എന്തിനാ വെറുതെ ഇങ്ങനെ പേടിക്കുന്നത്? അവൻ കുറച്ച് കഴിയുമ്പോൾ മയക്കപ്പെട്ട് ഉണർന്നോളൂ ഏട്ടാ. ഏട്ടൻ ഇങ്ങനെ ഭയന്നു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ അല്ല രുദ്ര, ഇവൻ എന്തോ സംഭവിച്ചെന്ന് തോന്നുന്നു. ഡോക്ടർ ഒന്നും പറയുന്നില്ലല്ലോ. അദ്ദേഹം വന്ന ഉടനെ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുമോ? ഒന്ന് സമാധാനിക്ക്. അവൻ എന്തു പറ്റി? മുറിവിന് എത്ര ആഴമുണ്ട്? ഇതൊക്കെ നോക്കാൻ സമയം വേണ്ടേ? ഇല്ല, എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നീ മനോധൈര്യം കൈവിടരുത്. നോക്ക്, ഇവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ പുറത്തേക്ക് പോ. വെറുതെ ഡോക്ടർ ഇങ്ങനെ ശല്യം ചെയ്യരുത്. ഇല്ല, ഞാൻ പോവില്ല. ഡോക്ടർ എന്തെങ്കിലും പറയുന്നത് വരെ ഞാൻ പോവില്ല. ഇതൊന്നും ശരിയല്ല വിഷ്ണു. അല്ല, കുഞ്ഞിന്റെ അവസ്ഥ വളരെയധികം മോശമാണ്. എന്താ ഡോക്ടർ ഇത്? വെറുതെ താഴെ വീണപ്പോ? താഴെ വീണ ഫോഴ്സിൽ നെറ്റിക്ക് ആഴത്തിൽ മുറിവുണ്ട്. അതുകൊണ്ടാണ് ബ്ലീഡിംഗ് നിൽക്കാത്തത്. എന്ന് വെച്ചാ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. രുദ്ര, ആംബുലൻസ് ഫോൺ ചെയ്യണം. അയ്യോ ദൈവമേ, എന്റെ മോൻ. അയ്യോ. മോനെ, കാരണം നിനക്ക് എന്താ പറ്റിയത് മോനെ? ഈ പ്രായത്തിൽ നിനക്കിത് വന്നല്ലോ. നീ എന്തിനാ പുറത്തേക്ക് പോയത്? ദൈവമേ, എന്റെ മോനെ രക്ഷിക്കണേ. എന്റെ ഭർത്താവും രുദ്രനും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നീ ഒരു ജീവൻ നേരത്തെ എടുത്തല്ലോ. ഇനി ഒരു ജീവൻ കൂടി വേണോന്നാണോ? അങ്ങനെ ഒരു ആഗ്രഹം അങ്ങേക്കുണ്ടെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ. എന്റെ മകനെ രക്ഷിക്കണേ. എന്റെ മകനൊന്നും സംഭവിക്കരുതേ ദൈവമേ. ഹലോ ഹലോ, ഞാൻ ആംബുലൻസിന് ഫോൺ ചെയ്യണം ഡോക്ടർ. കുറച്ച് കഴിയുമ്പോൾ എത്തിക്കോ. അതിന്റെ ആവശ്യമില്ല രുദ്ര. ഇനി വെറും 5 മിനിറ്റ് മാത്രം. അതിൽ കൂടുതൽ ഈ കുഞ്ഞ് ജീവനോടെ ഇരിക്കില്ല. അതൊരു ചെറിയ മുറിവാണെങ്കിൽ കൂടിയും ആ മുറിവിന് നല്ല ആഴമുണ്ട്. സോറി ഡോക്ടർ, ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല രുദ്ര. കുട്ടിയുടെ തലയ്ക്ക് നല്ല ക്ഷതമേറ്റിട്ടുണ്ട്. അവന്റെ പൾസും വളരെ വീക്കാണ്. അവനിനി ജീവിക്കുമോ എന്നറിയില്ല. കുട്ടിയുടെ അമ്മയോട് ഈ കാര്യം എങ്ങനെ പറയാമെന്ന് ആലോചിക്കുക. ഡോക്ടർ, അവനെ രക്ഷിക്കാൻ ഒരു വഴിയില്ലേ? ഒരു വഴിയുമില്ല രുദ്ര. 1% ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഐ എം വെരി സോറി. കാരണം നീ അത് അംഗീകരിക്കണം. 1 നിമിഷം കൂടി നീട്ടിക്കിട്ടിയാൽ അത് ഭാഗ്യം. ഇല്ല, എന്റെ മകനെ എങ്ങനെ ഞാൻ രക്ഷിക്കും? അവനൊന്നും സംഭവിക്കാൻ പാടില്ല. അമാവാസി നാളിൽ ഈ നാഗമാണിക്യത്തിന് ഒരു വിശേഷ ശക്തി ലഭിക്കും. എന്റെ കർണന്റെ ജീവൻ രക്ഷിക്കണം. ഒരു കാരണവശാലും ഇതിനെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുത്. ഈ നാഗമാണിക്യത്തെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയാണെങ്കിൽ എന്റെ ശാപം നിങ്ങൾക്കുണ്ടാകും. എന്റെ മകനെ എനിക്ക് രക്ഷിച്ചേ പറ്റൂ. നാഗരാജാവേ, അങ്ങ് പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്റെ ഓർമ്മയിലുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ആലോചിച്ച് നോക്ക്. അങ്ങ് തീർച്ചയായും എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. എനിക്കെന്റെ മകനെ രക്ഷിക്കണം. അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. അതിനുശേഷം എന്ത് വേണമെങ്കിലും നടക്കട്ടെ. എനിക്കെന്റെ മകനെ വേണം.
എനിക്കെന്റെ മകനെ വേണം. അത് തന്നെ ഞങ്ങളുടെ വീട്. രുദ്ര, ഡോക്ടർ എന്താ പറഞ്ഞത്? അത് അവസ്ഥ വളരെ മോശമാണമ്മേ. ജീവൻ ആപത്തൊന്നുമില്ലല്ലോ? ഏയ് അങ്ങനെയൊന്നുമില്ല, ചെറിയ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. എന്റെ ദൈവമേ, ആംബുലൻസ് വരുന്നുണ്ടല്ലോ, അധികം വൈകിക്കണ്ട, ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. ആംബുലൻസ് വന്നോണ്ടിരിക്കാമേ, ഞാൻ പോയി നോക്കട്ടെ. എന്റെ ദൈവമേ, എന്തൊക്കെയായത്? ഭഗവാനെ, എന്റെ പേരക്കുട്ടിയെ രക്ഷിക്കണേ, എന്റെ പേരക്കുട്ടിയെ രക്ഷിക്കൂ. കർണ, അമ്മേ, രുദ്ര, ഹേമേ, കർണൻ കണ്ണു തുറന്നു. കർണ, കർണ, വാ. മോനെ, അയ്യോ മോനെ, നീ കണ്ണു തുറന്നു. ദൈവം സഹായിച്ചു. ഏട്ടാ, ആംബുലൻസ് വന്നിട്ടുണ്ട്. രുദ്ര, എല്ലാം ശരിയായി, കർണൻ സുഖമായി. കർണൻ സുഖപ്പെട്ടു വന്നു. പിന്നെ ഡോക്ടർ എന്താ അങ്ങനെ പറഞ്ഞേ? നീ ഡോക്ടറിന്റെ കാര്യം വിട്, ഇവന് ഒരു കുഴപ്പമില്ല, സുഖമായത് കണ്ടില്ലേ? എന്തായാലും നമുക്ക് അവനൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാം. ഇനി അതൊന്നും വേണ്ട രുദ്ര, കർണൻ ഒന്നുമില്ല, നോക്ക്. കരയാതെ അനന്യ, കണ്ണീർ നമ്മളെ പിന്നോട്ട് വലിക്കും. നീ കരയരുത്. നിന്റെ വിജയം മാത്രമായിരിക്കണം ആ കണ്ണുകളിൽ, അല്ലാതെ കണ്ണീരല്ല. നീ എന്തിനാണ് കരയുന്നത്? എല്ലാം ഞാൻ വിചാരിച്ചതുപോലെ നടന്നിരുന്നെങ്കിൽ ഈ നേരം എന്റെ അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. അമ്മയുടെ സ്നേഹം വീണ്ടും എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല ചെറിയമ്മ. നാഗമാണിക്യം ആ ദുഷ്ടന്മാരുടെ കയ്യിൽ തന്നെയുണ്ട് ചെറിയമ്മേ. നാഗമാണിക്യം വീണ്ടെടുക്കണമെന്നുള്ള ആഗ്രഹം നിറവേറിയില്ല. എന്റെ ആദ്യത്തെ കാൽവായ്പ് പരാജയപ്പെട്ടു പോയി ചെറിയമ്മേ.
എന്താന്നറിയില്ല, അമ്മയുടെ ഓർമ്മകൾ എന്നെ വല്ലാതെ അലട്ടുന്നു. ഇവിടെ വെച്ചാണ് നാഗമാണിക്ക് എനിക്ക് നഷ്ടപ്പെട്ടത്. ഭഗവാൻ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നത്? ദുഷ്ടന്മാർ നാഗമാണിക്യം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. അവർക്കറിയില്ല അവരവരുടെ മരണത്തോട് അടുക്കുകയാണെന്ന്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ച നാഗമാണിക്യം അവർ ഉപയോഗിക്കുകയാണ്. ഉറപ്പായി അവരെ ഞാൻ വെറുതെ വിടില്ല. കർണ, എന്തു പറ്റി മോനെ? ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. അമ്മയാടാ, പാമ്പല്ല മോനെ. എന്തു പറ്റി? പാമ്പല്ല മോനെ, ഇങ്ങോട്ട് നോക്ക്. അമ്മയായിരിക്കുന്നേ. എന്താ മോനെ പറ്റിയേ? ഇല്ല, ഇന്നലെ രാത്രി പാമ്പ് വന്നിരുന്നു. സ്വപ്നത്തിലാണോ മോനെ? അല്ല, സ്വപ്നമല്ലായിരുന്നു, ശരിക്കും വന്നു. ഇന്നലെ രാത്രി നമ്മുടെ വീട്ടുമുറ്റത്ത് പാമ്പ് വന്നിരുന്നു. അത് കണ്ട് പേടിച്ച് ഞാൻ ഓടി വന്നത്. മോൻ നന്നായിട്ടൊന്ന് ഓർത്തു നോക്ക്. സർപ്പം വരുന്നത് മോൻ കണ്ടോ അതോ ഇല്ലയോ? ഇല്ല ചെറിയച്ഛ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഐസ്ക്രീം കഴിച്ച് പുറത്തേക്ക് പോയപ്പോ വലിയൊരു പാമ്പിനെ ഞാൻ കണ്ടു ചെറിയച്ഛ. അതെന്റെ മുന്നിൽ പത്തി വിരിച്ച് നിന്നു ചെറിയച്ഛ. എനിക്ക് ഓർക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. അതെ, കുറച്ചു നേരം കൂടെ നിന്നിരുന്നെങ്കിൽ അതെന്നെ കടിച്ചേനെ. ഞാൻ ഓടി വന്നു. ഹേമ, രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. എന്തോ ഒരു മോശം പ്രവൃത്തി രണ്ടുപേരും ചെയ്തിട്ടുണ്ട്. തക്ഷകവനത്തിൽ പോകരുതെന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ പറഞ്ഞത് കേട്ടില്ല. ഇപ്പൊ പാമ്പ് വീടിന്റെ വാതിൽ വരെ എത്തി. സ്വാമി നമ്മളെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമായിരുന്നു. ഇവരവിടെ ചെയ്ത പ്രവൃത്തി കൊണ്ടാ വാണിയുടെ കുഞ്ഞു മരിച്ചത്. എന്നിട്ടും ഒരു വാക്ക് പോലും അവര് പറഞ്ഞില്ലല്ലോ. സർപ്പത്തെ അവര് ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതിന് കോപം വന്നാൽ അത് പ്രതികാരം ചെയ്യാതെ വിടില്ല. ഹേമ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടെന്ന്. നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഈ കഷ്ടപ്പാട് എന്തെന്നാ ഞാൻ ആലോചിച്ചത്. ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിപ്പോഴാ മനസ്സിലായത് എന്റെ മക്കള് തെറ്റ് ചെയ്തു. ഇനി ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷപ്പെടും? ശംഭു, ശംഭു, ഈ ഫോട്ടോകളും പുസ്തകങ്ങളും ഒന്നും ഇവിടെ വേണ്ട.